ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസ്പൈറ്റ് അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഈ രണ്ട് വാക്കുകളുടെ ഉപയോഗത്തെ പറ്റിയിട്ടാണ്. രണ്ടിനും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് വരുന്നത്. എന്നിട്ടും, എന്നിട്ട് പോലും, എന്തിരുന്നാലും ഇങ്ങനെ തുടങ്ങിയ അർത്ഥങ്ങളാണ് വരുന്നത്. അതുണ്ടായിരുന്നിട്ടും ഇത് നടന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിസ്പൈറ്റും ഇൻസ്പൈറ്റ് ഓഫും ഉപയോഗിക്കുന്നത്. പിന്നെ ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? ഇവിടെ ഇൻസ്പൈറ്റ് ഓഫ് ഇങ്ങനെ 3 വേർഡ്സ് ചേർന്ന് വരുന്നെങ്കിൽ ഡിസ്പൈറ്റ് എന്ന് നമ്മൾ ഒറ്റ വാക്കിൽ പറഞ്ഞു തീർത്തു. അത്രയും ഉള്ളൂ വ്യത്യാസം. ഇനി ഇത് ഉപയോഗിക്കുന്നത് 3 പ്രധാനപ്പെട്ട സിറ്റുവേഷനിലാണ്. നമുക്ക് അതിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഡിസ്പൈറ്റ് അതോടൊപ്പം തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഇവയ്ക്ക് രണ്ടിനും ശേഷം ഒന്നെങ്കിൽ നൗൺ ഉണ്ടായിരിക്കണം. ഡിസ്പൈറ്റിന് ശേഷം നൗൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം എന്തുണ്ടായിരിക്കണം? നൗണ് ഉണ്ടായിരിക്കണം. ഇനി അതല്ലെങ്കിൽ ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം ദ ഫാക്ട് ദാറ്റ് ഉണ്ടായിരിക്കണം. ദ ഫാക്ട് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ദ ഫാക്ട് ദാറ്റ് എന്ന് പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം. പിന്നുള്ള ഒരു കേസ് എന്ന് പറയുന്നത് ഡെസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം ING ഫോം, അതായത് ജെറണ്ട് ഉണ്ടായിരിക്കണം. ഇപ്പൊ 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ് എന്നിവ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ഡിസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം നൗൺ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്, അല്ലെങ്കിൽ ദ ഫാക്ട് ദാറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ING ഫോം അല്ലെങ്കിൽ ജെറണ്ട് ഉണ്ടായിരിക്കണം. ക്ലിയർ അല്ലേ മക്കളെ? നമുക്ക് ഇതിന്റെ എക്സാമ്പിളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതൽ മനസ്സിലാക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും എന്തുപയോഗിക്കരുത്? ഓഫ് ഉപയോഗിക്കരുത്. അത് തെറ്റാണ്. അത് മാത്രം ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. ഡിസ്പൈറ്റ് കഴിഞ്ഞ് ഒന്നെങ്കിൽ നമുക്ക് നൗൺ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്താ ഉപയോഗിക്കാൻ പറ്റുന്നേ? ദ ഫാക്ട് ദാറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ജെറണ്ട് ഉപയോഗിക്കാം. ഒരിക്കലും ഡിസ്പൈറ്റ് കഴിഞ്ഞിട്ട് ഓഫ് ഉപയോഗിക്കരുത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത് 3 വെച്ചിട്ടുള്ള എക്സാമ്പിളിലേക്ക് കടക്കാം. നൗണ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ: In spite of the obstacles, they reached their destination. Obstacles എന്ന വാക്കിന്റെ അർത്ഥം തടസ്സങ്ങൾ എന്നാണ് കേട്ടോ. തടസ്സങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവർ അവരുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നു. ക്ലിയർ അല്ലേ മക്കളെ? ഇവിടെ എന്താണ് നൗണ്? ദ ഒബ്സ്റ്റക്കിൾസ്. ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം വന്നേക്കുന്ന എന്താണ്? നൗണാണ് വന്നിരിക്കുന്നത് അല്ലെ? ദ ഒബ്സ്റ്റക്കിൾസ്. ഇനി ഡിസ്പൈറ്റ് ചേർത്തിട്ട് ആ സെന്റൻസിനെ എങ്ങനെ മാറ്റി എഴുതാം? ഡിസ്പൈറ്റ് ദ ഒബ്സ്റ്റക്കിൾസ് ദേ റീച്ച്ഡ് ദെയർ ഡെസ്റ്റിനേഷൻ. ഇവിടെയും ഡിസ്പൈറ്റിന് ശേഷം ദ ഒബ്സ്റ്റക്കിൾസ് എന്ന നൗണ് നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇവിടെ എന്തില്ല? ഡിസ്പൈറ്റിന് ശേഷം ഓഫ് ഇല്ല. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം. രണ്ടാമതായിട്ട് ഇൻസ്പൈറ്റ് ഓഫിനെയും ഡിസ്പൈറ്റിനെയും നമുക്ക് സെന്റൻസിന്റെ ഇടയില് എഴുതി ചേർക്കാനായിട്ട് പറ്റും. ആദ്യത്തെ കേസിൽ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ആദ്യത്തെ സെന്റൻസിന്റെ ആദ്യത്തെ വാക്കായിട്ടായിരുന്നു നമ്മൾ ഇൻസ്പൈറ്റ് ഓഫും ഡിസ്പൈറ്റും ഉപയോഗിച്ചത് എങ്കിൽ സെന്റൻസിന്റെ ഇടയിൽ ഉപയോഗിക്കുന്ന കേസ് കൂടി നമുക്ക് പരിഗണിക്കാം. They went out in spite of the rain. അല്ലെ? മഴ ഉണ്ടായിരുന്നിട്ടും അവരെന്ത് ചെയ്തു? വെളിയില് പോയി. They went out despite the rain. മഴ ഉണ്ടായിരുന്നിട്ടും അവരെന്ത് ചെയ്തു? വെളിയില് പോയി. ഇവിടെ രണ്ടിടത്തും ദ റെയിൻ എന്നുള്ളത് നൗൺ ഫോം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. സെന്റൻസിന്റെ ആദ്യമല്ല ഇൻസ്പൈറ്റ് ഓഫും ഡിസ്പൈറ്റും വന്നത് എന്നതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പം സെന്റൻസിന്റെ ആദ്യം വേണമെങ്കിലും ഉപയോഗിക്കാം, സെന്റൻസിന്റെ ഇടയ്ക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം എന്നത് കുട്ടികൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത കേസിലേക്ക് പോകാം. ഇൻ ഫാക്ട് ദാറ്റ് ചേർത്തിട്ടുള്ള എക്സാമ്പിള് നോക്കാം. ഹി വൺ ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഹി വാസ് ഇൻജേർഡ്. അവന് മുറിവുണ്ടായിരുന്നിട്ടും എന്ത് ചെയ്തു? അവൻ വിജയിച്ചു. ഇനി അവിടെ ഇൻസ്പൈറ്റ് ഓഫ് ചേർത്ത് എങ്ങനെ എഴുതാം? He won in spite of the fact that he was injured.
സെയിം മീനിങ് തന്നെയാണ് വരുന്നത്. അവിടെ ഡിസ്പൈറ്റ് അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം വന്നത് എന്താണ്? ദ ഫാറ്റ് ദാറ്റ് ആണ് വന്നത്. അപ്പൊ നൗൺ ഫോം ഒന്നെങ്കിൽ നൗൺ ആവാം, അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ രീതി ഏതാണ്? ദ ഫാറ്റ് ദാറ്റ് വേണമെന്ന് പറഞ്ഞു. അത് അതേപടി അവിടെ ഉപയോഗിച്ചിരിക്കുന്നു. ഇതും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ജെറണ്ട് ഉപയോഗിച്ചുള്ള എക്സാമ്പിളിലേക്ക് കടക്കാം. He won despite being injured. ഇവിടെ നോക്കിയേ, എന്താണ് ഉപയോഗിച്ചിരിക്കുന്നത്? ജെറണ്ട് ഫോം ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് ഫോം എന്ന് പറയാം. He won in spite of being injured. അപ്പൊ ഡിസ്പൈറ്റിനും ഇൻസ്പൈറ്റ് ഓഫിനും ശേഷം വന്നേക്കുന്ന എന്താണ്? ബീങ്, അതായത് ജെറണ്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിസ്പൈറ്റ് അതുപോലെ തന്നെ ഇൻസ്പൈറ്റ് ഓഫ് ഇവ രണ്ടിന്റെയും ഉപയോഗത്തെ പറ്റിയിട്ടും അത് ഏതൊക്കെ കേസിലാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഒന്നാമത് നമ്മൾ പഠിച്ചെന്താണ്? ഡിസ്പൈറ്റിന് ശേഷം ഓഫ് ഉപയോഗിക്കരുത്. ഡിസ്പൈറ്റിനും ഇൻസ്പൈറ്റ് ഓഫിനും ഒരേ മീനിങ് തന്നെയാണ് വരുന്നത്. എന്നിട്ടും എന്നിരുന്നാലും ഇനി ഡിസ്പൈറ്റിന് ശേഷം അല്ലെങ്കിൽ ഇൻസ്പൈറ്റ് ഓഫിന് ശേഷം ഒന്നെങ്കിൽ നൗൺ ഉണ്ടായിരിക്കണം, അല്ലെങ്കിലോ ദ ഫാറ്റ് ദാറ്റ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജെറണ്ട് ഉണ്ടായിരിക്കണം. അപ്പൊ 3 കേസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണാം.